റിസർമി.ന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് റിസോർട്ടുകളുടെ റിവ്യൂസ് ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഈ റിസോർട്ടുകളെല്ലാം തന്നെ ഞങ്ങൾ നേരിട്ട് കാണുകയും അവിടുത്തെ സർവീസുകളെല്ലാം തന്നെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് പ്രോപ്പർ ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് ഇതിൽ റിവ്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏത് റിസോർട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഫാമിലീസും അതേപോലത്തെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ റിസോർട്ട് സ്റ്റേ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല റിസോർട്ടുകളുടെ റിവ്യൂസ് നിങ്ങൾക്ക് സ്പോട്ടിൽ കിട്ടുന്നതായിരിക്കും. നമ്മളിന്ന് വന്നിരിക്കുന്നത് മാനന്തവാടി ടൗണിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന പ്രോപ്പർട്ടിയിൽ എത്താൻ സാധിക്കും. ഇതൊരു പുതിയ പ്രോപ്പർട്ടിയാണ്. ടോട്ടൽ 14 റൂമുകളാണ് ഇവിടെ വരുന്നത്. 14 റൂമുകൾ തന്നെ 3 കാറ്റഗറീസ് ഉണ്ട്. അതിൽ 10 ഡിലക്സ് റൂമുകളും 2 സുപ്പീരിയർ ഡിലക്സ് റൂമുകളും പിന്നെ 2 പ്രീമിയം കാറ്റഗറി റൂമുകളും വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം 40 മെമ്പേഴ്സിന് വരെ വളരെ കംഫർട്ടബിളായിട്ട് ഈ ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ സാധിക്കും. ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് വളരെ മികച്ചൊരു ഓപ്ഷനാണ് ഈ ഒരു റിസോർട്ട്. ഇവിടെ സ്പാ ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് നമുക്കൊന്ന് ആദ്യം കാണാം. അതിനുശേഷം റൂമിൻ്റെ വീഡിയോസിലേക്ക് പോവാം. എൻട്രൻസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നൈറ്റ് നിങ്ങൾക്ക് ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള ഒരു ഏരിയ ഇവിടെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബാർബിക്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ യൂണിറ്റ് തന്നെയാണ്. പാർക്കിങ്ങിൽ നിന്നും ഈ ഒരു വഴി പോവുകയാണെങ്കിൽ നമുക്ക് പൂളിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും. ഈ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നല്ല മുളയൊക്കെ വെച്ച് ആർച്ചൊക്കെ കെട്ടി നല്ല LED ലൈറ്റ്സൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. രാത്രി ആയിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ ഇവിടെ കുറേ റംബുട്ടാനും അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വരുന്ന ഗസ്റ്റിന് അത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ചെറിയൊരു വാച്ച് ടവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും കണ്ടിട്ട് ഇരിക്കാൻ പറ്റും. തൊട്ട് താഴെയായിട്ട് ഒരു സ്വിങ്ങും കൊടുത്തിട്ടുണ്ട്. അത് നല്ല തണലൊക്കെ കിട്ടുന്ന സ്ഥലത്തായതുകൊണ്ട് നല്ലൊരു വൈബായിരിക്കും. ഇനി നമുക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് ഭാഗത്തേക്ക് പോവാം. ഈ വഴിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ആർച്ച് ടൈപ്പിൽ ഇല്ലിയൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്രെയിമാണ്. ഈ ഫോട്ടോസും റീൽസൊക്കെ എടുക്കാൻ പറ്റിയവർക്ക് പറ്റിയ സാധനമാണ്. ഈ ഒരു ഗ്രീൻ ലോൺ ഭാഗത്തേക്ക് നിങ്ങൾക്ക് വരുന്ന സമയത്ത് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പല ഭാഗത്തായിട്ട് ചെറിയ മരത്തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ 1-2 വർഷം കൊണ്ട് വളർന്ന് വലുതായി കഴിഞ്ഞാൽ അടിപൊളി ഒരു ഏരിയ ആയിട്ട് ഇവിടെ മാറും. അതുമാത്രമല്ല നിങ്ങളിപ്പോൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയ, അതായത് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹട്ട് ടൈപ്പ് ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റും പിന്നെ ഈവനിങ് ആണ് കുറച്ചുകൂടെ നല്ല വൈബെന്ന് തോന്നുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇത് കൂടാതെ ഈ ഭാഗത്തായിട്ടും ചെറിയൊരു ബെഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ചീവീടിൻ്റെ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ നല്ല ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസ് ആയിട്ട് മാറിയാണ്. ഇതൊന്നും കൂടാതെ തന്നെ ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഈ പോണ്ടാണ്. പോണ്ടിൽ അത്യാവശ്യം ഫിഷിനെയൊക്കെ അവർ വളർത്തുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെ പിടിക്കാനൊക്കെയുള്ള പെർമിഷൻ ഉണ്ട്. അത് ഫ്രൈ ഒക്കെ ചെയ്യാവുന്നതാണ്. അതിന് അഡീഷണൽ എമൗണ്ട് വരുന്നതായിരിക്കും. ഇത് കൂടാതെ നിങ്ങൾക്ക് പെഡൽ ബോട്ടിംഗ് ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ളൊരു സംവിധാനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 പേർക്ക് വരെ അറ്റ് എ ടൈം അതിലിരുന്നിട്ട് പെഡൽ ചെയ്തിട്ട് തിരിച്ചു വരാം. പിന്നെ ചെറിയൊരു തോണി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ വലയുടെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് മുഴുവനും കരിമീനാണ് കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ചെറിയൊരു ചങ്ങാടം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കയറാവുന്നതാണ്. റിസോർട്ടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ടാണ് അവർ ഒരു ഇൻഫിനിറ്റി ടൈപ്പ് പൂള് കൊടുത്തിട്ടുള്ളത്. വളരെ നല്ല വലിപ്പമുള്ളൊരു പൂളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. ആ ഒരു പോണ്ടൊക്കെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ നല്ലൊരു ഇൻഫിനിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സ്പേസ് ഈ ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ ഷവർ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. മിക്ക ആൾക്കാരുടെയും തെറ്റിദ്ധാരണ പൂളിൽ ഇറങ്ങി കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഷവർ ചെയ്യാനുള്ളതാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ഇതിൽ ഇറങ്ങുന്നതിന് മുമ്പേ നിർബന്ധമായിട്ട് ഒരു ബാത്തിങ് കഴിഞ്ഞിരിക്കണം. അതിനുശേഷം മാത്രം പൂളിലേക്ക് ഇറങ്ങുക. അല്ലെങ്കിൽ നിങ്ങളുടെ വേർപ്പും പൊടിയും കാര്യങ്ങളൊക്കെ ഇതിൽ മിക്സ് ആവും. ആ ഒരു ഇഷ്യൂ ഉണ്ടാവും. പിന്നെ കളറൊക്കെ ഇളകുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക. പിന്നെ ക്ലോറിൻ ചെയ്ത വാട്ടർ ആയിരിക്കും. സ്കിൻ അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇവിടുത്തെ ചെറിയൊരു മിനി ട്രെക്കിംഗ് ഏരിയ വരുന്നുണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. പ്രോപ്പർട്ടിയുടെ തന്നെ റൈറ്റ് സൈഡിലൂടെയാണ് നമുക്ക് അവർ മിനി ട്രെക്കിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടേക്ക് കയറുന്ന സമയത്ത് തന്നെ ചെറിയൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ കാണാം. പിന്നെ കുറച്ച് നമുക്ക് ഇതുവഴി തന്നെ മുകളിൽ പോയിട്ട് തിരിച്ചു വരാവുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് കാണാൻ ബാക്കിയുള്ളത് ഇവിടുത്തെ മറ്റൊരു വാച്ച് ടവറാണ്. അതായത് ഈ ഒരു റിസോർട്ടിൻ്റെ തന്നെ ബാക്ക് സൈഡിൽ ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു വാച്ച് ടവർ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അവിടെ ചെന്നിട്ട് എന്താണെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം. പിന്നെ ഇവിടെ അട്ടയുടെ ശല്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ധൈര്യത്തിൽ വരാം കേട്ടോ. പിന്നെ കുറച്ച് കയറണം. അപ്പോൾ മടിയുള്ള ആൾക്കാർക്ക് പോസിബിളല്ല. ഇതൊരു ഫോറസ്റ്റ് ആംബിയൻസിൽ വരുന്നൊരു പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ചുറ്റും അവർ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികളോ അല്ലെങ്കിൽ ചോക്ലേറ്റ് കവറൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വൃത്തികേടാക്കരുത്.
അപ്പോൾ ഇത്രയും ടോപ്പിലാണ് ഈ ഒരു വാച്ച് ടവർ ഉള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടിയുടെ വരെ ടോപ്പ് ഏരിയ നന്നായിട്ട് കാണാൻ പറ്റും. അതേപോലെ നല്ല തണുത്ത ഏരിയയും ആ ഒരു ഗ്രീനിഷ് ആയിട്ടുള്ളൊരു കാഴ്ചയും നമുക്ക് ഇവിടുന്ന് എൻജോയ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇവിടുത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉള്ളത്. ഇനി അടുത്ത വീഡിയോസിൽ നമ്മൾ ഇവിടുത്തെ ഡൈനിങ് ഏരിയയും അതേപോലെ തന്നെ മറ്റ് റൂമും കാര്യങ്ങളൊക്കെ കാണും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ ഒരു ട്രീ ഹട്ട് വരുന്നുണ്ട്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ വീഡിയോ നമ്മൾ വർക്ക് മൊത്തം കഴിഞ്ഞ ശേഷം സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോയിൽ ഇവിടുത്തെ റൂം ഫെസിലിറ്റീസൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം.